Hello and welcome back to my YouTube channel again and again. നെക്സ്റ്റ് ഈവനിങ് ഞങ്ങൾ അങ്ങനെ ഖത്തർ കാണാൻ ഇറങ്ങി. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാറിൽ നിന്ന് എത്തി നോക്കി കണ്ടത് നമ്മുടെ ലുസൈൽ സ്റ്റേഡിയം ആണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഖത്താറ കാണാനുള്ള പ്ലാനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ചായയൊക്കെ കുടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. കാരണം അത് ഞങ്ങൾ എപ്പോഴും റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ചായ കുടിക്കാനാണ് പോവാറ്. ചുമ്മാ ഒരു രസം. പിന്നെ അവിടുത്തെ ബിൽഡിങ്സൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടുത്തെ ബിൽഡിങ്സൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്ര ഭംഗിയാണ്. കുട്ടി രാജ്യമാണ് ഖത്തർ. ശരിക്കും നമ്മളെ കേരളത്തിൻ്റെ അത്ര പോലും ഇല്ല. പക്ഷെ അതിൽ ആ കുട്ടി രാജ്യത്ത് എന്തൊക്കെയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നല്ലേ. ഓരോ കൺസ്ട്രക്ഷനൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടു പോകും. അത്ര അടിപൊളിയായിട്ടാണ് അവരൊരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഖത്തറിൽ കേട്ടോ. ഇന്ന് ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്തത് ഫുൾ ബിൽഡിങ് റോഡാണ്. അതങ്ങനെ ആയിപ്പോയി അവസാനം. ഇത് അവിടുത്തെ എന്തോ ഒരു ഒഫീഷ്യൽ ബിൽഡിങ്ങാണ്, പേരെനിക്കറിയില്ല. പക്ഷേ ഇതാണ് ഖത്തറിൻ്റെ ഒരു ഓവർവ്യൂ. ഇതാണ് ഖത്തർ. അങ്ങനെ അപ്പുറത്തെ സൈഡ് അത് രാത്രി നോക്കിയിരിക്കാൻ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അവിടുത്തെ ഒരു സ്റ്റേഡിയമാണ് കേട്ടോ, കണ്ടെയ്നർ സ്റ്റേഡിയം എന്നാണ് പറയാറ്. നമ്മൾ പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമും ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും കറിച്ചട്ടിയിലോട്ട് പോയി ചുമ്മാ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിനിടയിൽ ഞാൻ ദുബായ് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവം ഓക്കെയാണ്. എനിക്ക് അത്ര വലിയ ഹൈപ്പൊന്നും തോന്നിയില്ല. ഇറ്റ്സ് ഓക്കെ ഓൺലി. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ നോർമൽ എണ്ണക്കടികളൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് മലയാളി കടകൾ, ഇടയ്ക്കിടയ്ക്കെന്നല്ല എല്ലാവിടെയും മലയാളി കടകൾ, മലയാളികൾ തന്നെയാണ് ഖത്തറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇന്നലെ ഷിപ്പ് കാണാൻ പോയില്ല, ആ സ്ഥലത്തേക്ക് ഒന്നുകൂടി പോവാന്ന്. ഇന്ന് വേറൊരു യമണ്ടൻ കപ്പലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കപ്പലൊക്കെ കണ്ട് ആ സമയത്ത് ആ കപ്പൽ അവിടുന്ന് എടുത്ത് തിരിച്ചു പോയായിരുന്നു വേറെ സ്ഥലത്തോട്ട്. അപ്പം ഞാനിങ്ങനെ കിളി പോയ പോലെ ഞാനും അച്ചു എൻ്റെ അനിയനാണ് കേട്ടോ. എനിക്ക് ഒരേ ഒരു അനിയനേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവനെങ്ങനെ എൻജോയ്, അവനെ കൊണ്ട് പറഞ്ഞ് ഞാൻ വീഡിയോ എടുപ്പിക്കാനായിട്ട് ഇങ്ങനെ എടുക്കുക അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ലാസ്റ്റ് മതിയായി, നീ എന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ട് പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഖത്താറയിലോട്ടാണ്. അതവിടെ ഒരു കൾച്ചറൽ ഒരു സ്ഥലമാണ് അവരുടെ. കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. നല്ലൊരു വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ. അവിടെ ഇപ്പോൾ കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസംബറിൽ പോയതുകൊണ്ടാണോ എനിക്കറിയില്ല, അവർ കുറേ കല്ലറ ചില്ലറ പുതിയ കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
ഈ സ്ഥലത്ത് അറബികൾ തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് അവിടെ കണ്ടത്, ഫുഡ് കഴിക്കാനാണെങ്കിലും. പിന്നെ കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് വളരെ ലേറ്റ് ആയതുകൊണ്ട് അവിടെ കുറേയൊക്കെ ലൈക്ക് ആൾക്കാരൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കെന്തായാലും വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ആ ബാക്കിൽ നിൽക്കുന്നതാണ് എൻ്റെ ഉമ്മ, സ്പോട്ടഡ്. പിന്നെ ഇത് ഞാൻ എന്താ കാണിച്ചു കൂട്ടുന്നത് എനിക്കല്ല, ലേറ്റ് ആയതിൻ്റെ സന്തോഷമാണ്. ഇങ്ങനൊരു ലൈറ്റൊക്കെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഒരാൾ ആഗ്രഹിച്ചു പോയിട്ടോ. കാരണം എന്ത് ക്യൂട്ടായിട്ട് ഗ്ലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സംഭവമായിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മളവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് വേറൊരു സ്ഥലത്ത് പോയി. അവിടെ അറിയാണ്ട് എത്തിപ്പെട്ടത്, പക്ഷേ അത് അടിപൊളി സ്ഥലമാണിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.